മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങളെ അടുക്കള കൃഷിക്ക് ആവശ്യമായ ജൈവ സ്ലറിയും അതുപോലെ കമ്പോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടപ്പുള്ള ഒരു ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ കമ്പി ചൂടാക്കി ഒരു ഹോള് ഇട്ട ശേഷം ഇതുപോലെ അടുപ്പ് പോലെ വെച്ചതിന് ശേഷം ബക്കറ്റ് വെച്ചതിന് ശേഷം അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി സ്ലറി വീഴുവാൻ വേണ്ടി. ഇപ്പോൾ ഈ ബക്കറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബക്കറ്റാണ് കേട്ടോ. ഇതിൽ നിറയെ ലാർവകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ഫുഡ് വേസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറി അരിയുന്ന വേസ്റ്റ്, മുറ്റവും പറമ്പും ഒക്കെ തൂത്ത് കിട്ടുമ്പോൾ കിട്ടുന്ന വേസ്റ്റ്, അതുപോലെ പുല്ലുകൾ, അഴുകുന്ന എല്ലാത്തരം വസ്തുക്കളും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ജൈവ വസ്തുക്കളെല്ലാം നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിൽ ഇടേണ്ടാത്തത് നാരങ്ങയുടെ തൊലി, ഉള്ളിത്തൊലി, മുട്ടത്തോട് എന്നിവയൊന്നും ഇതിൽ ഇട്ട് കൊടുക്കരുത്. അതുപോലെ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് നല്ലപോലെ ഒതുക്കി വെച്ച ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ചു കൊടുക്കാം. ശർക്കര അല്ലെങ്കിൽ തൈരിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ദുർഗന്ധങ്ങളൊന്നും നമുക്ക് കിട്ടുകയില്ല. അതുപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് വീഴുന്ന ഈ സ്ലറി നമുക്ക് എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഒരു 10 ഇരട്ടി വെള്ളത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പച്ചക്കറി വിളകൾക്ക് എല്ലാത്തിനും നമുക്ക് എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. നല്ലൊരു വളം കൂടിയാണിത്. അതുപോലെ അതിന് ശേഷം ഇതിൽ നിന്നും ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് നമുക്ക് ഒരു ചാക്കിലേക്ക് മാറ്റി ഒരു 3 മാസത്തോളം നമുക്ക് ചാക്ക് നല്ലപോലെ കെട്ടി തണലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്പോസ്റ്റും ഇതിൽ നിന്നും കിട്ടും. ഇത് ഗ്രോ ബാഗ് നിറയ്ക്കാനും അതുപോലെ ചെടികളുടെയൊക്കെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ വളരെ നല്ല ഒരു കമ്പോസ്റ്റ് കൂടിയാണിത്. ഇത് വളരെ കുറഞ്ഞ സ്ഥലം ഉള്ളവർക്കും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ ജൈവ